ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരു രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ ആരൊക്കെയോ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ തിരിച്ചുണ്ട്. മൈഗ്രേഷൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു മോട്ടീവ്, ഒരു ഡ്രൈവ് വേണം, അതിനൊരു പ്രേരക ഘടകം എന്ന് പറയുന്നത്. ആ പ്രേരക ഘടകത്തിൻ്റെ ഈ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗവേഷണം ചെയ്ത കാര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്രമാത്രം ഈ സമൂഹത്തിൽ നിലനിന്ന് പോകാൻ പറ്റുന്നില്ല, അവരവരുടെ താല്പര്യങ്ങൾ, സ്വാതന്ത്ര്യം, അതിനെ മാനിക്കാത്തൊരു സമൂഹത്തിൽ നിന്ന് ഓടിപ്പോകുവാനുള്ള ആഗ്രഹം പല ആളുകൾക്കും ഉണ്ട്. അപ്പൊ അത് ഈ ഒരു ആഗ്രഹത്തിനെ നമ്മൾ കാണാതെയാണ് അതിനെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു പുറത്തുനിന്നുള്ളൊരു വാക്കുകൊണ്ട് അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റാണ്. തെറ്റാണെന്ന് പറഞ്ഞാൽ ഭരണകൂടവും കുടുംബവും ഒരുപോലെ തന്നെ മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണിത്. രണ്ടാമത്തെ കാര്യം ഭരണകൂടം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ ആരോ ഉന്നയിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് പുതിയ വിദ്യാഭ്യാസ രീതികൾക്കും അതുപോലെ തന്നെ എത്ര പണമാണ് നമ്മൾ ഗവേഷണത്തിന് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പല മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലോ, ചൈനയെ പറ്റിയൊന്നും പറയണ്ട, അതുപോലെയുള്ള രാജ്യങ്ങളിൽ പോലും ആലോചിച്ചാൽ ദേശീയ ബഡ്ജറ്റിൻ്റെ ഏതാണ്ടൊരു വലിയൊരു ശതമാനം, 9%, 11% ഇങ്ങനെയുള്ള രീതിയിലുള്ള ചെലവാണ് വരുന്നത്. ഇത്രയും ജനസംഖ്യയുള്ളൊരു സ്ഥലത്ത്, ഇത്രയും ആവശ്യങ്ങളുള്ളൊരു സ്ഥലത്ത് എത്ര പണമാണ് നമ്മൾ ചിലവാക്കുന്നത്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കാര്യം, നമ്മൾ 1 ലക്ഷം കോടി, 1.5 ലക്ഷം കോടിയിൽ നിന്ന് ഏതാണ്ട് 16,000 കോടിയായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്തത് 4 വർഷങ്ങൾക്കുള്ളിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്ക് കൃത്യമായിട്ടും എനിക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും വളരെയധികം നമ്മൾ ശോഷിച്ചു. ഇങ്ങനെയുള്ളൊരു ശോഷിച്ച ഗവേഷണം കൊണ്ട്, അല്ലെങ്കിൽ പരമാവധി സ്വകാര്യ സ്ഥാപനങ്ങൾ മുതൽ മുടക്കുന്ന ഗവേഷണ സംരംഭങ്ങൾ കൊണ്ട് അതിലൊരിക്കലും കയറിപ്പറ്റാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു വലിയ ജനതയുള്ളിടത്ത് ആളുകൾ അവരിപ്പോൾ ജോർജിയയിലോ അല്ലെങ്കിൽ പോളണ്ടിലോ മറ്റൊരു സ്ഥലത്തോ പോയി പഠിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ആ അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ബ്രിഡ്ജ് കോഴ്സുകൾ എഴുതുകയോ മറ്റു പരീക്ഷ എഴുതേണ്ടി വരുന്നു. അതിന്റെ വിജയശതമാനം വെറും 20% താഴെയാണ്. അപ്പം വളരെയധികം പ്രശ്നമുള്ളൊരു ഒരു സിറ്റുവേഷനാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പോകുന്ന ആളുകളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷ നമ്മളുടെ ഭരണകൂടത്തിന് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഉറപ്പായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടുന്ന് കുട്ടികൾ രക്ഷപ്പെട്ട് പഠിക്കാനായിട്ട് യൂറോപ്യൻ രാജ്യത്തേക്ക് പോകുന്നു പറഞ്ഞു. പക്ഷെ യൂറോപ്യൻ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ മാത്രം പോവുക. കാരണം ഒരു കുട്ടി ഒരുപാട് ഇങ്ങോട്ട് വരരുത് എന്ന് അവിടുത്തെ ഇല്ല, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ്, അവർക്കൊരു പാർട്ട് ടൈം ജോബ് ചെയ്യണം, അതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസവും നടക്കണം. ഓക്കെ, അവർ മൺഡേ ടു വെനസ്ഡേ അല്ലെങ്കിൽ ചില വീക്കെൻഡിലായിരിക്കും അവർക്ക് ജോലി കിട്ടുക. ആ വീക്കെൻഡ് തന്നെ ആയിരിക്കും അവർക്ക് ക്ലാസ്സുകളുള്ളത്. അപ്പം ഈ ഒരു സ്റ്റുഡന്റ് രാവിലെ ഒരു 6 o'clock തന്നെ ബസ് പിടിച്ച് എഴുന്നേറ്റ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് തിരിച്ചു വന്ന് നേരെ ജോലിക്ക് കയറുന്ന കുട്ടികളുണ്ട്. അപ്പം അത്രയും മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ മാത്രം കയറിപ്പോവുക. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ, UK എന്റെ സ്ഥാപനത്തിൽ തന്നെയാണെങ്കിലും ഇപ്പൊ അവർ ഈവനിങ്ങിൽ പാർട്ട് ടൈം ജോലിക്ക് വരും. അപ്പൊ ഇവര് ഒരു 6 o'clock തൊട്ട് ഒരു 10 o'clock വരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 10 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നെക്സ്റ്റ് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഷോപ്പിൽ അവർ ജോലിക്ക് കയറുവാണ്. വീണ്ടും തന്നെ. കാരണം അവർക്ക് രാവിലെ പോകുന്നതാണ്, രാവിലെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ജോലി കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് അവർ ജോലിക്ക് പോവാണ്. കാരണം അവർക്ക് അന്നൊരു ദിവസമാണ് അവിടെ ആ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. മൺഡേ ടു തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ വീക്ക് ഡേയ്സിൽ ജോലികൾ കുറവാണ്. അപ്പം വിദേശത്ത് കയറിപ്പോകുന്ന കുട്ടികൾ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ മാത്രം പോവാം.